കരിപ്പൂരിൽ ലഹരിക്കടത്തിന് സഹായം ചെയ്ത പോലീസുകാരനെ DRI പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. CPO ധനേഷിനെയാണ് DRI എയർപോർട്ട് പോലീസ് ഔട്ട്പോസ്റ്റിൽ നിന്ന് പിടികൂടിയത്. ധനേഷ് മൊബൈൽ ഫോൺ സമീപത്തെ വളപ്പിലേക്ക് എറിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, എന്താണ് ഈ സംഭവം? ഹർഷൻ, ഏപ്രിൽ 17-നായിരുന്നു DRI മസ്കറ്റിൽ നിന്ന് വന്ന ഒരു യാത്രക്കാരിൽ നിന്നും 1.5 കോടി രൂപയുടെ ക്രിസ്റ്റൽ മെറ്റാഫെറ്റമിൻ പിടികൂടിയത്. പിടികൂടിയപ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കരിപ്പൂരിൽ തന്നെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു CPOയുടെ മായുള്ള ആശയവിനിമയം നടത്തിയത് മൊബൈലിൽ കാണുന്നത്. നേരത്തെയും DRIക്ക് ഇത്തരം സംശയങ്ങളുണ്ടായിരുന്നു. തുടർന്ന് അവർ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു. അതിനിടയിലാണ് ഈ ലഹരിക്കടത്തുകാരൻ്റെ മൊബൈൽ ഇത്തരം ഒരു ആശയവിനിമയം നടന്നപ്പോൾ ഉടൻ തന്നെ എയ്ഡ് പോസ്റ്റിലെത്തി ഇയാളിൽ നിന്നും മൊബൈൽ വാങ്ങാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവർ തമ്മിൽ ചില പിടിവലി ഉണ്ടാവുകയും ഈ മൊബൈൽ ഫോൺ സമീപത്തെ ആ വളപ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നത്. ഉടനെ തന്നെ DRI ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി അവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഒരു വിശദമായൊരു സംഘമായിരുന്നു. ചെന്നൈയിൽ നിന്നും കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു വിശദമായ സംഘമാണ് ഈ DRI സംഘമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവർ ഉടനെ ഇയാളെ പിടികൂടി പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. പോലീസ് ചെയ്ത വിശദമായ ഒരു അന്വേഷണത്തിന് ഇടെയാണ് അയാളെ മങ്കടയിലേക്ക് ഇവിടുന്ന് സ്ഥലം മാറ്റി. പിന്നീട് ഇന്നലെയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ ധനേഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരിക്കടത്തിൽ അവിടെ തന്നെയുള്ള പോലീസുകാർക്കും പങ്കാളിത്തമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ സംശയം ഉയർന്നിരുന്നതാണ്. അത് DRI വിശദമായി പരിശോധിക്കുകയും പോലീസിന് ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കയ്യോടെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കൂടുതൽ ആശയവിനിമയം നടത്തുന്ന വിവരങ്ങളെല്ലാം ലഭിക്കുകയും ചെയ്ത് അതേ തുടർന്നു കൂടിയാണ് ഇപ്പോൾ ഈ ധനേഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ കരിപ്പൂർ വഴിയുള്ള വിദേശത്തു നിന്നുള്ള ലഹരിക്കടത്ത് വളരെയധികം വർദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരിശോധനയും ശക്തമാക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇതിൽ കുടുങ്ങിയിരിക്കുന്നത്. ഹർഷൻ.